എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നൊരു ഫിലിം കാണാൻ പോയിരുന്നു. മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വയലൻസ് ഉള്ളൊരു മൂവിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാൻ പോയത്. ആദ്യം മോനെയും കൂട്ടിയിട്ട് ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞപ്പോൾ ഏത് രീതിയിലുള്ളൊരു പടാവും എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് മോനെ കൂട്ടാതെയാണ് പോയത്. പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പോൾ ഉള്ള വയലൻസ് കണ്ടപ്പോൾ വിചാരിച്ച് ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ മോനെ കൂട്ടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണല്ലോ, പ്രശ്നമൊന്നുമില്ല. വയലൻസ് എന്ന് പറയുമ്പോൾ വലിയൊരു വലിയൊരു സീനുള്ളൊരു വയലൻസ് ഒന്നും ആയിട്ട് തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ പൊന്നുമക്കളെ, ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഇത് നെഗറ്റീവായിട്ട് വരുമോ പോസിറ്റീവായിട്ട് വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയാണ്, മനസ്സിന് കട്ടിയില്ലാത്തവരും സിനിമയെ സിനിമയായി കാണാത്തവരും ഒരിക്കലും തിയേറ്ററിൽ പോയിട്ട് ഈ മൂവി കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു പ്രശ്നം, എന്താ പറയുക, നമ്മളിങ്ങനെ തരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഫിലിമാണ് ഈ മാർക്കോ എന്ന് പറയുന്ന പടം. സിനിമയുടെ സ്റ്റോറിയൊക്കെ സ്റ്റോറിയെ കുറിച്ചൊന്നും അത്ര ഭയങ്കരമായിട്ട് പറയാനില്ലെങ്കിലും ഒരു ആസ് യൂഷ്വൽ ഉള്ള സ്റ്റോറി പോലെ തോന്നും. പക്ഷെ മേക്കിംഗ് അതിഗംഭീരമാണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. മലയാള സിനിമയിലും മാത്രമല്ല, കൊറിയൻ സിനിമയിലാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ടച്ച് ആവുന്ന രീതിയിൽ, ഇത്ര ഒരു ഫീലിംഗ് വരുന്ന രീതിയിലുള്ളൊരു വയലൻസ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പായും അത് ആ ഫിലിം കാണുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. പടം ടോട്ടൽ പറയുകയാണെങ്കിൽ പടം അതിഗംഭീരാണ്. പടത്തിന്റെ കളർ കോമ്പോ ഒക്കെ അവരൊരു KGF മോഡലാണ്. ഒരു KGF ആണ് അവർക്കൊരു, എനിക്ക് തോന്നുന്നത് അവര് ഒരു ഐഡിയ, അല്ലെങ്കിൽ എന്താ പറയുക, KGFന്റെ ഒരു പാറ്റേൺ ആണ് ഒരു കളർ കോമ്പിനേഷനിലും എല്ലാം. ഒരു ഡാർക്ക് മോഡാണ് പടം വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. എല്ലാവരുടെയും ആക്ടിങ്ങും നന്നായിട്ടുണ്ട്. വയലൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, തകർന്നു പോകും. അങ്ങനത്തെ വയലൻസ് ആണ്. മാത്രമല്ല പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ നമ്മൾ ഇതിലൊരു പ്രധാന സീനുകൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ആകെ ഭയങ്കര ഒരു ഇത് തോന്നുന്ന ഒരു സീനാണ് തിയേറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്തെ റോയിലുള്ള ഒരു ആള് ഫിക്സ് ഇളകി വീണുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെല്ലാവരും പടം നിർത്താമായിട്ടൊന്ന് ജസ്റ്റ് പറയുകയും ചെയ്തു. പക്ഷെ ആളെപ്പോഴേക്കും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അത്രയും നമുക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫിലിമാണ് എന്നുള്ളൊക്കെ ഒരു ബോധം ഇടയ്ക്കിടയ്ക്ക് വരണം. എന്നാൽ മാത്രമേ ഈ സിനിമയിലെ ചില സീനുകൾ നമുക്ക് കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ കുഴപ്പമില്ലാതെ പറ്റുള്ളൂ. അല്ലാത്ത ഒരാൾക്കും നമുക്കിത് എന്താ പറയുക, നമുക്ക് ദഹിക്കില്ല. അത്രയും അതിഗംഭീരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഡയറക്ഷൻ ആണെങ്കിലും സോങ് പിന്നെ ഓൾറെഡി അറിയാലോ. ഒക്കെ നല്ല അടിപൊളി ഗംഭീര മേക്കിംഗ് ആണ് ഫിലിം. പക്ഷെ ഒരിക്കലും മനസ്സിന് കട്ടിയില്ലാത്തവരോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഫിലിമായിട്ട് അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളോ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണരുത്. സ്ത്രീകളാണെങ്കിലും കുട്ടികളെ ഒരിക്കലും ഈ സിനിമയ്ക്ക് കൊണ്ടുപോകരുത്. പിന്നെന്താ പറയാനുള്ളത്, അത്ര തന്നെ. ഭയങ്കര സിനിമയാണ്. എന്തായാലും സിനിമ മോഹമായി നടക്കുന്നവർ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ഫിലിമും അല്ലെങ്കിൽ ഇങ്ങനത്തെ വയലൻസ് പടങ്ങളോ കാണാൻ താല്പര്യമുള്ള ആളുകൾ, അവരൊക്കെ തീർച്ചയായും ഈ പടം കണ്ടിരിക്കണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. ഒരു രക്ഷയില്ല. ഉണ്ണിമുതൽ ഇന്റർവ്യൂലോ മറ്റോ പറയുന്നത് കേട്ടു, ഈ ഫിലിമില് പല സീനുകളും സെൻസറിങ് സമയത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതും കൂടി ഉണ്ടെങ്കിൽ അത് OTTയിൽ കാണാൻ പറ്റും എന്ന് പറയുന്നു. സെൻസറിങ് കഴിഞ്ഞിട്ട് ഈ ഫിലിമിൽ ഈ സീനുകളാണെങ്കിൽ ആ കട്ട് ചെയ്ത പോർഷൻസ് അതെന്തായിരിക്കും. അടിപൊളി പടം. എന്തായാലും നല്ല സൂപ്പർ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ കൂടുതലും ആളുകൾ ഫിലിമിന് കയറുമ്പോൾ ഈ ഒരു സംഗതി മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയും വലിയൊരു വയലൻസ് അതിലുണ്ട് എന്നത്. കൊറിയൻ പടത്തിലും ബാക്കിയുള്ള സിനിമകളിലൊക്കെ നമ്മൾ വയലൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല. ഇപ്പൊ KGFിലാണെങ്കിലും വയലൻസ് ആണ്. പക്ഷെ അതൊക്കെ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക്കിലും ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റും. നമ്മളെ അങ്ങനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ സിനിമയിൽ ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും.
ശരിക്കും പറഞ്ഞാൽ ഞാൻ തരിച്ചുപോയി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എല്ലാവർക്കും പടം കണ്ടു ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എല്ലാവരും ഈ എന്താ പറയുക, വയലൻസ് ഒരു രക്ഷയില്ല.